വടകര ജനതാ ഹോസ്പിറ്റലിന്റെ നവീകരിച്ച സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം വടകര എംഎൽഎ കെ രമ നിർവഹിച്ചു. ആരോഗ്യരംഗത്തെ വടകരയിലെ ആദ്യത്തെ അലോപ്പതി ഹോസ്പിറ്റലായ ജനതാ ഹോസ്പിറ്റലിന്റെ നവീകരിച്ച സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം വടകര എംഎൽഎ കെ രമ നിർവഹിച്ചു. നവീകരിച്ച കാഷ്വാലിറ്റി, ICU, എക്സ്റേ, സർജിക്കൽ തിയേറ്റർ, ഓർത്തോപീഡിക് ഡിപ്പാർട്ട്മെന്റ്, ഡെർമറ്റോളജി, ഡയബറ്റിക്, സ്കാനിംഗ് എന്നിവയുടെ ഉദ്ഘാടന കർമ്മമാണ് നടന്നത്. അപ്പോൾ ജനത എപ്പോഴും ഈ നാട്ടുകാർക്ക്, ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട നല്ല സേവനം ലഭിച്ചിരുന്ന നല്ല ഡോക്ടേഴ്സ് ഉണ്ടായിരുന്ന ഡോക്ടർ ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പ്രവർത്തിച്ചിരുന്ന ഒരു ആശുപത്രിയാണ്. അപ്പോൾ നേരത്തെ പ്രഭാരട്ടൻ അത് സൂചിപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹമൊക്കെ ചികിത്സ തേടിയിരുന്ന അത്തരം പഴയ ആളുകളൊക്കെ ചികിത്സ തേടുന്ന, അപ്പം ഒരുപാട് പഴയ ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ വ്യക്തിപരമായിട്ട് നല്ല അനുഭവമുള്ള ഒരു ആശുപത്രി കൂടിയായിരിക്കും ഇത്. അത് ഇടക്കാലത്ത് അതിൻ്റെ പ്രവർത്തനം കുറച്ച് നിന്നെങ്കിലും വീണ്ടും സജീവമായി ആതുര സേവന രംഗത്തേക്ക് വരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു ഡയബറ്റിക് മാത്രം ഉണ്ടായിരുന്ന ഒരു യൂണിറ്റിൽ നിന്ന് വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അത് മാറാൻ വേണ്ടി തീരുമാനിച്ചു. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പ്രവർത്തനം സജീവമായി ഇവിടെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സന്തോഷം. അതിൽ ഓർത്തോ ഉൾപ്പെടെയുള്ള ഏറ്റവും വിദഗ്ധരായ ഡോക്ടേഴ്സിൻ്റെ സേവനവും 24 മണിക്കൂറും ലഭ്യമാകുന്ന രൂപത്തിൽ തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡെഡിക്കേഷൻ ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഡെഡിക്കേഷൻ തന്നെയാണ്. അതൊരു ബിസിനസ് സ്ഥാപനമാക്കി മാറ്റാതെ, പ്രത്യേകിച്ചും നമുക്ക് ആശുപത്രികളെക്കുറിച്ചൊക്കെ എപ്പോഴും പറയേണ്ട ഒരു കാര്യം, ഒരു പ്രൈവറ്റ് ആശുപത്രികളൊക്കെ പലപ്പോഴും കേട്ടുക വലിയ ബിസിനസ് സ്ഥാപനങ്ങളായിട്ട് വളർന്നു വരുന്നുണ്ടോ എന്നൊരു സംശയം പൊതുസമൂഹത്തിലുണ്ടാകുകയും ആളുകൾ ആ തരത്തിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഏതിനെയും അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്ത് തീർച്ചയായിട്ടും മലയാളികൾക്കും ലോകത്തിന് എമ്പാടുമുണ്ട് എന്നുള്ളത് നമുക്ക് പ്രത്യേകം പറയേണ്ടതില്ല. അതൊക്കെയാണ് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് ചേട്ടൻ ജനതയും ഇപ്പോൾ ചെയ്തിരിക്കുന്നു. ജനതാ ഹോസ്പിറ്റലും ഇപ്പോൾ അതുതന്നെയാണ്. ഒരു കുതിപ്പിലേക്ക് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അവിടെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾക്ക് ലാഭമല്ല, അതൊരു ബിസിനസ് സ്ഥാപനമാക്കി വളർത്താനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞത് തീർച്ചയായിട്ടും ഏറ്റവും സന്തോഷം തരുന്നതാണ്. അങ്ങനെ തന്നെ ആ മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ഈ സ്ഥാപനത്തിന് സാധിക്കട്ടെ എന്നതാണ് ആശംസിക്കാനുള്ളത്. വാർഡ് മെമ്പർ പ്രഭാകരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുൻ MLA പാറക്കൽ അബ്ദുള്ള, IMA പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ്, M പ്രദീപൻ, അബ്ദുറഹ്മാൻ അമ്പലക്കണ്ടി, ചീനംവീട് UP സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽ മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഡോക്ടേഴ്സായ ആരതി രവി, സിസില മിഥുൻ, മുഹമ്മദ് പുന്നോനം കണ്ടിയിൽ, മൃദുല MK തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. J സേതുമാധവൻ സ്വാഗതവും ഡോക്ടർ അമൃത MK നന്ദിയും പറഞ്ഞു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യവാരം കുടുംബാരോഗ്യ വിദഗ്ധ ഡോക്ടർ ആരതി രവിയുടെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും, ഡോക്ടർ മുഹമ്മദ് പുന്നോനം കണ്ടിയിൽ നേതൃത്വം നൽകുന്ന അസ്ഥി തേയ്മാനം, അസ്ഥിക്ഷയം തുടങ്ങിയ രോഗനിർണയ ക്യാമ്പും ആശുപത്രിയിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.